ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വീഡിയോ എനിക്ക് ഡബ് ചെയ്യാനൊന്നും പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്സ് ആക്കിയൊക്കെയാണ് ഇടാറുള്ളത്. എന്നെങ്കിൽ പിന്നെ ലൈവായിട്ട് ക്യാമറ നോക്കി സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാലും നോക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി പോവാണേ. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ് കേട്ടോ, എല്ലാവരും കാണണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഗോക്കോമോളി വെച്ചിട്ടുള്ളതാണ്, നല്ല ടേസ്റ്റാണ്. ഒന്നും ബ്രെഡൊന്നും അല്ല, ചില ദിവസങ്ങളിൽ ബ്രെഡാണ്. എനിക്ക് ബ്രെഡ് അത്ര ഇഷ്ടമൊന്നുമല്ല, പിന്നെ കുഞ്ഞുള്ളതുകൊണ്ട് ചിലപ്പം ബ്രെഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നു അങ്ങനെ. ഓക്കെ, പിന്നെ പൊന്നൂസ് നാണ്ട ഇവിടെ കിടക്കുന്നു. പൊന്ന് പൊന്നു കൂട്ടോ, എന്റെ മുത്തേ, എന്റെ മുത്തേ, പൊന്ന് എന്തെടുക്കുവാ? പൊന്ന് എന്തെടുക്കുവാ? എന്നാ കുറച്ചു നേരമായി ഉണർന്നിട്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങിയപ്പോൾ എന്തായാലും കുഞ്ഞുങ്ങൾ ഞരങ്ങി തുടങ്ങുമല്ലോ. അന്നെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം, ബെഡിലിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പോകുന്നു. കഴിച്ചിട്ട് വന്നാവേ. ഓക്കെ, നേരെ ഇരിക്കുകയാണ്. എന്ത് മുത്ത, എന്നെ പൊന്നെ, പൊന്നുകുട്ടോ. ഹലോ, ഞങ്ങൾ അങ്ങനെ കുളിച്ച് സുന്ദരിക്കുട്ടിയായി. സുന്ദരിയായോ മുത്തേ? കുഞ്ഞ സുന്ദരിയായ? കുഞ്ഞ സുന്ദരിയായ? ആയ? ഞങ്ങൾ അങ്ങനെ കുളിച്ച് സുന്ദരിയായി. ഇനി ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. ഉറങ്ങിട്ട് വരാം. കുഞ്ഞിപ്പെണ്ണേ, കുഞ്ഞൂസേ, കുഞ്ഞൂസേ. ഓ, നല്ല ഉറക്കം വന്നിരിക്കുവോ കുഞ്ഞുന്? ആണോ? അയ്യോ, മൂട് പോയി ആണോ? കുഞ്ഞ ഉറക്കം വന്നിരിക്കുക, കഷ്ടം. അപ്പം ഞങ്ങൾ ഉറങ്ങിയിട്ട് വരാം. അന്നു ഇവിടെ ഉണ്ട്. അന്നു പല്ലൊക്കെ തേച്ച് കഴിച്ചിട്ടിരിക്കുന്നു. പൊന്നൂസിനെയൊക്കെ ഉറക്കി ഇനി കുക്കിംഗ് ചെയ്യാൻ പോവാണ്. കുക്കിംഗ് ഇന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നാളെ വിഷുവാണ്, അപ്പോൾ ഇന്നിനി നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇനി ചപ്പാത്തിയും കറിയും ഉണ്ടാക്കട്ടെ. ഇത് ഗോതമ്പ് പൊടിയും ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നത് നമ്മുടെ മേത്തി ലീവ്സ് ഇല്ലേ, അത് ഉണങ്ങിയത്, ഡ്രൈ മേത്തി ലീവ്സ്, മേത്തി ഉലുവയുടെ ഇല ഉണങ്ങിയത്, അതും ഉപ്പും കൂടെ ചൂട് വെള്ളത്തിനകത്താണ് കുഴയ്ക്കുന്നത്. അപ്പം ചപ്പാത്തി ഇച്ചിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ. അപ്പോൾ കുഴയ്ക്കട്ടെ. ഇതൊന്ന് പറയാൻ സമ്മതിക്കോ? ഹലോ, അപ്പൊ നാളെ വിഷുവാണ്. നമുക്ക് അന്നേരം വിഷുവിന്റെ കണി ഒരുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ ഐറ്റംസ് ഒന്നും ഇല്ല, ഉള്ളത് വെച്ചിട്ട് നമുക്കൊന്ന് ഒരുക്കാം. ഓക്കെ, നമുക്ക് ഉരുളിയൊന്നും ഇല്ല, ഇത്രയും വലിയൊരു പ്ലേറ്റ് ഉണ്ട്, അതിനകത്താണ് ഞാൻ സാധാരണ ഒരുക്കാറുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് പറ്റുന്ന കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെക്കാം. ഇവിടെ അവക്കാഡോ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും, അങ്ങനെ നമ്മൾ 2 അവക്കാഡോ വെച്ചിട്ടുണ്ട്. പൈനാപ്പിള്, ഇപ്രാവശ്യം പൈനാപ്പിള് നല്ല യെല്ലോ കളർ കിട്ടിയില്ല.
പച്ച കളറേ കിട്ടിയുള്ളൂ. രണ്ട് മാങ്ങ, ഓറഞ്ച്, രണ്ട് ആപ്പിള്, പിന്നെ രണ്ട് തേങ്ങയുണ്ട്. രണ്ടല്ല, ഒരു തേങ്ങ മുറിയാണ്, രണ്ട് മുറിച്ചത്. ഇത്രയാണ് ഞാൻ മെയിനായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് വെക്കുന്നത്. ഇനിയും കുറച്ച് സാധനം ഒന്ന് എടുത്തോണ്ട് വരട്ടെ. ഞാൻ രണ്ടെണ്ണം കൂടെ വെക്കുന്നുണ്ട്. ഇതങ്ങ് താഴെ ആയിപ്പോയി കേട്ടോ. നമുക്ക് അരി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വെക്കുന്നത് വെള്ളമാണ്. നാണയം, ഇതെന്താണെന്നൊന്നും അറിയത്തില്ല, എന്തായാലും വെക്കുന്നുണ്ട്. ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹ, കൃഷ്ണന്റെ വിഗ്രഹം ഇല്ല കേട്ടോ. അപ്പോൾ നമ്മള് ഗണപതിയെയും കൃഷ്ണനെ എല്ലാരെയും കൂടെ മനസ്സിൽ വെക്കുന്നുണ്ട്. കുങ്കുമം, ചന്ദനം, തിരി കത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നെണ്ണം എടുത്ത് കുത്തി വെക്കാം. പൈസ വെക്കുന്നുണ്ട്. ഓക്കെ, പൈസ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ചെറിയൊരു ഭഗവത്ഗീതയാണ്. അപ്പൊ അതും കൂടെ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ വിളക്കൊന്നുമില്ല, നിലവിളക്ക്. ഞാൻ എല്ലാ വർഷവും ഇതുപോലെ ഈ ചട്ടി പോലത്തെ എന്തേലും പറയുന്ന ചിരാത്, അതാ വെക്കുന്നത്. എല്ലാ വർഷവും ഇത് വെച്ചാണ് കത്തിക്കുന്നത്. എല്ലാ വർഷവും ഞാൻ ഒരുക്കും കേട്ടോ. വിളക്കില്ലെങ്കിൽ എല്ലാ വർഷവും വിഷു ഞാൻ ഒരുക്കാറുണ്ട്. വിളക്കൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല ഇതുവരെ. പിന്നെ അപ്പോ അത്രേ ഉള്ളൂ. ഇനി രാവിലെ എണ്ണീച്ചിട്ട് വെളുപ്പിനെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണ്ണീറ്റ് വിളക്ക് കത്തിച്ച് കണി കാണണമെന്നാണ് പറയുന്നത്. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ നാളെ ഉണ്ടാക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ വിഷു കണി ഒരുക്കുന്നതായിരുന്നു. പിന്നെ മെയിൻ ആയിട്ടൊരു സാധനം ഉണ്ട്, കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യേ. ഇത് കണിക്കൊന്നും നമുക്ക് ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് ഞാൻ കണി കാണണ്ടേ. അപ്പൊ അതൊരു ഒറിജിനാലിറ്റി ഇതും കൂടെ വെക്കണം. അപ്പൊ വിഷുക്കണിയൊക്കെ നമ്മൾ ഒരുക്കി നാളെ രാവിലെ എണീറ്റ് തൊഴണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നാളെ നമുക്ക് വിഷുക്കണിയൊക്കെ തൊഴുന്നതായിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യാൻ മറന്നു പോകരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.